നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. 2-3-4 10-15 ദിവസം ട്രാവലിലില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഇപ്പോൾ ആഗ്രല്ല അമൃത്സറിലെത്തി. സമയം 3 സംതിങ് ആയി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി പോകും. ബാക്കി കാഴ്ചകൾ ഇവിടുത്തെ കാണാം. ഓക്കെ, നമ്മൾ നേരെ ഇവിടെ ഇറങ്ങും. ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാരണമാണ്. ചാടി കഴിഞ്ഞാൽ കാലം അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മളൊപ്പമുള്ള ആളുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. ടോട്ടൽ നമ്മൾ 35ഓളം ആളുകളുണ്ട്. എല്ലാവരുടെയും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറക്കാണ്. നമ്മുടെ കൂടെ വന്ന അമൽ, നീരത്ത് എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അവൻ്റെ ലഗേജ് എടുത്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ വണ്ടി പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. 2 ടെമ്പോ ട്രാവലറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ റൂമിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 4 ഇന്നോവകളായിരിക്കും വരിക. നമുക്ക് പുറത്തെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നോവയാണ് എത്തിയിട്ടുള്ളത്. 4 ഇന്നോവകളുണ്ട്. അങ്ങനെ ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അമൃത്സറിലെത്തി. പഞ്ചാബിലാണ് അമൃത്സർ. പഞ്ചാബിൻ്റെ തലസ്ഥാന നഗരിയാണ്, ക്യാപിറ്റലാണ് അമൃത്സർ. അമൃത്സറിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ള 3 സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അമൃത്സറിൽ നമുക്ക് കാണാനുള്ളത്, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്ന് അമൃത്സറിലെ വാഗ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന വാഗ അട്ടാരി ബോർഡർ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് വാഗ അട്ടാരി ബോർഡറിലാണ്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള. അത് കാണാൻ പറ്റാതെ പോകുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. രണ്ടാമതുള്ളത് ഗോൾഡൻ ടെമ്പിളാണ്. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള പേര് ഹർമന്ദിർ സാഹിബ് എന്നാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ ശരിക്കുള്ള പേര് ഹർമന്ദിർ സാഹിബ് എന്ന ഓരോ മതസ്ഥരുടെയും ദേവാലയം എന്നാണ് ശരിക്കും അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഗുരുനാനക് ദേവ്ജി അതായിട്ടുള്ളത്. അത് ഓരോ മതസ്ഥരോടും പ്രാർത്ഥിക്കാനുള്ള സമയം. പിന്നുള്ളത് നമുക്കിവിടെ ഉള്ളത് ജാലിയൻ വാല ബാഗ്. നമ്മുടെ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഓർമ്മകളാണ്, അതിൻ്റെ മെമ്മറീസാണ്, അതിൻ്റെ മെറ്റഫറാണ് നമ്മൾ പോകുന്ന ജാലിയൻ വാല ബാഗ്. ഈ 3 സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമുക്കൊരു 50 മീറ്റർ 100 മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. നമ്മുടെ അഫ്ലമോൾ ഇവിടെ ഉണ്ട്. അഫ്ലമോളോട് വിവരങ്ങൾ ചോദിക്കാം. അഫ്ലമോൾ സെറ്റല്ലേ? സെറ്റാണോ? ഓക്കെ, എന്താ അവസ്ഥ? എന്നാ പോരി. അപ്പോൾ നമ്മുടെ അമൃത്സറിലേക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ നവദമ്പതികളായിട്ടുള്ള തസ്ലീമും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മനീഷ തസ്ലീമും നമ്മുടെ കൂടെ ഉണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്രകളും, അതുപോലെ തന്നെ നമ്മുടെ ബസ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ടോട്ടൽ? ഇതുവരെയുള്ള യാത്രയൊന്നും കുഴപ്പമൊന്നുമില്ല. ബസ് യാത്രയും കുഴപ്പമൊന്നുമില്ല. ട്രെയിനിൽ വന്നതും എല്ലാം നല്ല പെർഫെക്റ്റ് തന്നെയായിരുന്നു. ഇനി നമുക്കൊരു റിമൈനിങ് 2 ദിവസം കൂടി ഉണ്ട്. ഡൽഹിയിലൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ പഞ്ചാബിലെ. ബാക്കിയുള്ളത് വരുന്ന വഴിക്ക് നമുക്ക് എന്തായാലും കാണാം. എന്തായാലും പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ലതായിരുന്നു ട്രിപ്പെല്ലാം. ഇപ്പം നമ്മൾ പഞ്ചാബ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഗോൾഡൻ ടെമ്പിൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. എക്സൈറ്റഡ് ആണ്, എന്താ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറംകാരായിട്ടുള്ള തിരൂരങ്ങാടിക്കാരായിട്ടുള്ള ഷവാബും സഹധർമ്മിണി ഹബ്ബ കാറ്റൂന് ഹബ്ബ കാറ്റൂന് പറഞ്ഞാൽ ആരാരോ? യൂസുഫ് ഷാ ചക്കിൻ്റെ ഭാര്യയാണ് ഹബ്ബ കാറ്റൂൻ. യൂസുഫ് ഷാ ചക്ക് ആരാരോ? ഗുൽമർഗിൻ്റെ ഹിസ്റ്ററി പറയാണ്ട് ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് ഹബ്ബ കാറ്റൂൻ. നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേരിടാൻ പറ്റുന്നത് ഹബ്ബ കാറ്റൂൻ യൂസുഫ് ഷാ ചക്ക്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഹബ്ബ കാറ്റൂനും അല്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഷാനിബയും ഷവാബും അവരുടെ മക്കളുമാണ്. അവിടെ കാര്യങ്ങൾ ചോദിക്കാം. എന്താ പറയുക, ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ ഫസ്റ്റ് മുതലേ നമ്മുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻസിലേക്ക് നമ്മളിത് സെലക്ട് ചെയ്തത്, വോയേജർ ഗ്രാമിനെ സെലക്ട് ചെയ്തത് നല്ലൊരു ബെസ്റ്റ് ഡിസിഷനാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെന്താ, അടിപൊളിയായിരുന്നു. നമ്മൾ കാശ്മീരും ഡൽഹി, ആഗ്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പഞ്ചാബിലാണ്. ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ
അതെ അവള് പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ഇങ്ങനത്തെ ഈ റിക്ഷ എടുക്കാം. പക്ഷേ ഈ റിക്ഷ എടുത്തു കഴിഞ്ഞാൽ ഒരു നിമിഷം സ്ഥലം വരെ പോകുള്ളൂ. അതായത് നമുക്കൊരു 100 മീറ്റർ നമ്മൾ വലിയ വണ്ടിയിലാണ് വന്നത്, ബസ്സിലാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ അവിടുന്ന് കുറച്ച് നടക്കാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ അകത്തേക്ക് പോകണം, അവിടെയുള്ള കാഴ്ചകളാണ്. ഓക്കെ, അതായത് ബാക്കിൽ ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതരം ഈ 2 ആൾക്കാരെ മലപ്പുറത്തും ഇവരെന്ത് ചെയ്യും, ഇവരെ മലപ്പുറത്തും അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തല്ലുവിടില്ല, വണ്ടി ഇങ്ങനെ മുണ്ടാതെ നിൽക്കും മൂമാളെ പോലെ. പോലീസുകാർക്കൊന്നും ഒരു റോളുമില്ല. പക്ഷെ പഞ്ചാബികൾ എങ്ങനെ ആയി കഴിഞ്ഞാലും വൃത്തിയുള്ള ആളാണ്. പിന്നെ ഗോൾഡൻ ടെമ്പിളിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യും, അവർ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരും. ശരിക്കും അത് സ്നേഹത്തോടെ കൊണ്ടുവന്ന് തരുന്നല്ല, പൈസ കൊടുത്ത് വാങ്ങണം. പക്ഷെ അത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കിട്ടും. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ തലമുടി കാര്യങ്ങൾ നമ്മൾ മറക്കണം ശരിക്കും. ഓക്കെ, അതെങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോ റിലീജിയനും നമ്മൾ എന്താണ് വിലപ്പെട്ടതാണ്. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് കയറാം. പഞ്ചാബിൽ നിങ്ങളത് ഫോളോ ചെയ്ത് തരാൻ തന്നെ എടുത്ത് പുറത്ത് വിടും. കാരണം പഞ്ചാബികൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ ചങ്ക് കുറച്ച് തരുന്ന ആളാണ്. വെറുത്ത് കഴിഞ്ഞാൽ നേരെ അത് എടുക്കുകയും ചെയ്യും, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് എത്തുന്നതോടുകൂടി നല്ല വൃത്തിയുള്ള അടിപൊളിയുള്ള ആംബിയൻസ് സ്ഥലമാണ്. ഇവിടെ നിന്നല്ല, കുറച്ചങ്ങോട്ട് പോകേണ്ടത്. അതിവിടെ ഒരു സ്മാരകം കണ്ടോ, ഒരു കുതിര. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ആ ഏരിയ മുതൽ ഒരു വേറൊരു ഫീൽ തന്നെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഒരുപാട് ഈ റിക്ഷ എന്താണ് സൈക്കിൾ ക്യാരിയർ, എന്താണ് സൈക്കിൾ റിക്ഷ, സൈക്കിൾ റിക്ഷ ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളിപ്പം ഇതൊക്കെ ഇതേപോലെ കാണാമെന്ന ആളുകളാണ്. പിന്നെ ഈ സാധനങ്ങൾ ശരിക്കും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ പഞ്ചാബികളുടെ അമ്മമാരുടെ ഡ്രസ്സുണ്ട്, അതാണ് പഞ്ചാബികളുടെ ശരിക്കുള്ള ഡ്രസ്സ്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ, രംഗ് പഞ്ചാബ് സംഭവം ഒരു വേറെ ഫീലാണ്. പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നദികളുടെ നാട് എന്നാണ്. 5 നദികളുടെ നാട് ഏതൊക്കെയാണ്? 5 നദികളിലേക്ക് അറിയോ? രവി, സത്ലജ്, ജനാബ്, പിന്നെ ഏതാ? ജനാബ്, സത്ലജ്, രവി, ബ്യാസ്. ഒന്നുകൂടെ ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇതിപ്പോൾ നമ്മൾ വന്ന ആളുകൾ 50 രൂപക്ക് ഒരു ഗ്ലാസ് കിട്ടും, 50 രൂപക്ക് 2-3 കിട്ടും. ക്വാളിറ്റി ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നല്ല വെയിലുണ്ടായതുകൊണ്ട് അത് മാൻഡേറ്ററി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിയാദിക്കയും സംഘവും അതുപോലെ നമ്മളെ ഇതര ഫാമിലികളും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെയുള്ള കാഴ്ചകൾ മനോഹരമായിട്ട് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ വരുന്ന സമയത്ത് കറക്റ്റ് നമുക്കുണ്ടല്ലോ നമ്മളെ ഖുർആൻ ഓതുന്ന രൂപത്തിലുള്ള, അതായത് ആ ഒരു തിലാവത്തുണ്ടല്ലോ, ആ ഒരു പാരായണം, അതേ ശൈലി നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് രാത്രിയൊക്കെ. കാരണം നമ്മളിവിടെ പഞ്ചാബിലവിടെ പഠിച്ചിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ പഞ്ചാബ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞങ്ങളിവിടെ താൽവണ്ടി സാബുണ്ട്. താൽവണ്ടി സാബ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗുരുദ്വാരയാണ്. ഇവിടെ അല്ല, ബറ്റിൻ്റെയിലുള്ള ഗുരുദ്വാര. നമ്മൾ സുബൈക്ക് ഞങ്ങൾ ചായ അടിക്കാൻ പോകുന്ന നല്ല മൊമെൻറ്റുകൾ തന്നെ. അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫീല്, കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള സാധനമാണ്. അവിടേക്ക് പോകുന്ന സമയങ്ങളിൽ സുബൈക്കൊക്കെ നമുക്ക് കേൾക്കിയ ഒരു സാധനം. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തിയുള്ള സ്ഥലത്തേക്ക് എത്തിട്ടോ, ഇതിലും വൃത്തിയുള്ള സ്ഥലത്തേക്ക് എത്തി. പഞ്ചാബികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഓക്കെ, കുറേ ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നല്ലേ. അതായത് നമ്മൾ ഈ ഒരു സർക്കിളിൽ അങ്ങനെ ആ ഒരു കുതിരൻ്റെ സാധനമല്ലോ, ആ ഒരു സ്തൂപം, അത് ഓർമ്മ വെക്കുക. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ചോദിച്ചാൽ മതി, നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് നടക്കുക. പോകുന്ന വഴിയിൽ ഒരുപാട് ശനി ഞായർ ദിവസങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ പ്രത്യേക ഒക്കേഷൻ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കുണ്ടാവും. പിന്നെ സമ്മർ സമയങ്ങളൊക്കെ വരുമ്പോൾ ഒരു കുട കയ്യിൽ വെക്കുക. ഓക്കെ, പഞ്ചാബിനെ സമയം ചൂടാണെങ്കിൽ ഭയങ്കര ചൂടും, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, പോലെ കൂടെ നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ് പഞ്ചാബിലെ ലസ്സി. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോകാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നേരെ ഗോൾഡൻ ടെമ്പിൾ കയറാം. ഈ ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ ഫ്രീ ആയി വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് തന്നെ ഫ്രീ ആയിട്ടോ. ഗോൾഡൻ ടെമ്പിളിൽ ഫുഡ് ഫ്രീ ആണ്. ലങ്കാട് പറയും, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു ദിവസം ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ജാലിയൻ വാലാബാഗ്. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ പോയി നേരെയുള്ളതാണ് ആ വെള്ള സ്തൂപത്തിന് അപ്പുറത്താണ് ജാലിയൻ വാലാബാഗ്. ഓക്കെ, നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ ഫുഡ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച്. സമയം 11 മണിയായി. ബ്രഞ്ച് നമ്മൾ അവിടെ നിന്ന് കഴിക്കും. അത് കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് പിന്നെ നേരെ കുറച്ച് അവിടെ നിന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ജാലിയൻ വാലാബാഗ് പോരും. ഓക്കെ, ജാലിയൻ വാലാബാഗിലെ കാഴ്ചകൾ നമുക്ക് കാണാം, ഗോൾഡൻ ടെമ്പിളിലും കാണാം. നമ്മളിങ്ങനെ പോവാണ്.
മൈക്ക് ഓഫർ. പേരെന്താ? നിന്റെ പേരെന്ത്? പേര് ചൊല്ലേ. എന്ത്? വിസാലോ? ഇസാനോ? ഇസാനോ? ഇവാൻ എന്നാ പേര്? ദോക്കിയവിച്ച. ഇവാൻ ദോക്കിയവിച്ച. ഇതുപോലത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പഞ്ചാബീസിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ വേറൊരു ടൈപ്പ് ഡ്രസ്സിങ്ങാണ്. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റിയ ഏരിയകളുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കയറാൻ പോകണമൊക്കെ. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗിൻ്റെ എൻട്രി കേട്ടോ. ജാലിയൻ വാലാബാഗ് എന്നാണ് പഞ്ചാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. ജാലിയൻ വാലാബാഗ് ഫ്രീ ടിക്കറ്റുകളൊന്നുമില്ല. നേരെ വരുന്നുണ്ട് ഈ ഒരു അടിയിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗ് കേട്ടോ. ജാലിയൻ വാലാബാഗ് സ്മാരക് കേട്ടോ. നേരെ വരും. പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. അത് കാണിച്ചു തരാം. അതായത് ലേഡീസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളെ കൂടെ വന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വഴിയേറ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഉണ്ടോ ഈ കൈമുള്ള സാധനങ്ങളുണ്ടോ, അത് ഓരോ റിലീജിയസ് പാർട്ടാണ്. ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ കത്തി സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലേഡീസിൻ്റെ ഒരുപാട് ഷൂ ഐറ്റംസ് എല്ലാം. നേരെ നടന്നോളിട്ടോ, നേരെ നടന്നോളി. ഓക്കെ. പിന്നെ ലേഡീസിൻ്റെ ഒരുപാട് ഇതേപോലത്തെ സംഭവങ്ങൾ ഷൂ 200 രൂപ 300 രൂപ അങ്ങനത്തെ സംഭവങ്ങളാണ്. ലേഡീസിൻ്റെ ഇത്തരത്തിലുള്ള ഒരുപാട് ഷൂ ചപ്പൽ സംഭവങ്ങൾ, കുട്ടികളുടേത് 150. ഒക്കെ നല്ല കുഴപ്പമില്ലാതെ ഫാൻസി ഐറ്റംസ് സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. ശസ്ത്രകാൽ. പിന്നെ ജെൻസിനൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള അതൊക്കെ ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ തന്നെ കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ നോക്കും. അപ്പോൾ ഇതാണ് അമൃത്സറിലെ മനോഹരമായിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിലെ അടുത്തുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഈ ഒരു സ്ഥലം ഭയങ്കര വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. ബാക്കിയുള്ള നമ്മൾ ഏത് റിലീജിയസ് പ്ലേസുകളിലേക്ക് പോകണമെങ്കിലും, ഇന്ത്യയിലെ ഏത് റിലീജിയസ് പ്ലേസിലേക്ക് പോകണമെങ്കിലും ഇത്രത്തോളം വൃത്തി പ്രൂമീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്, വിരളം തന്നെ പറയാം. അതായത് നമ്മൾ ബാക്കിയുള്ള ഏത് സ്ഥലങ്ങളാവട്ടെ അത്രമേൽ റിലീജിയസ് ആയിട്ട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഇത്ര ഒന്നും വൃത്തി, ഇത്രയെല്ലാം അല്ല, ഇത് ഇവിടെ ഭയങ്കര വൃത്തിയാണ്, അങ്ങനെ പറയാം നമുക്ക്, കമ്പയർ ചെയ്യണം. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ എന്തായാലും മസ്റ്റായിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊന്നാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ പരിപാടി കഴിക്കാം. അതായത് അമൃത്സറിലിട്ടോ ഗോൾഡൻ ടെമ്പിൾ വാഗപുരം ഇതേപോലെ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ടാവും. റേറ്റും വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഈ വിൻ്റർ സമയങ്ങളൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം ചൂടുണ്ടെന്നൊരു പ്രശ്നമാണ്. വിൻ്റർ അല്ല, സമ്മർ സമയങ്ങളിൽ വരും കേട്ടോ. നല്ല ചൂടുള്ളതാണ്. നമുക്ക് ഒരുപാട് ഐറ്റംസ് കണ്ടോ, ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വാങ്ങാൻ പറ്റും. 100-150 രൂപ ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ, അതായത് വേറൊരു കൾച്ചർ തന്നെയാണ് എല്ലാം കൊണ്ടും, ആളുകളുടെ സംസാരമായാലും ഒക്കെ. പഞ്ചാബ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ കാണുന്ന പഞ്ചാബ്. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇതിനകത്താണ് ഈ കോമ്പൗണ്ടിനകത്താണ് ഗോൾഡൻ ടെമ്പിൾ. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളെ ചെരുപ്പ് എന്ത് ചെയ്യണം, അകത്തേക്ക് കയറാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തല മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സാധനം കിട്ടും, അത് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ട്. ആ ഒരു ഇതിൻ്റെ താഴെ അവിടെ ഉണ്ട്, നമ്മൾ കയറുന്ന സമയത്ത് കാണാൻ പറ്റും. ചെരുപ്പുകൾ ഇങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ മിസ്സാവും. അപ്പോൾ അതിലേറെ ബെറ്റർ ഇവിടെ നമുക്കൊരു ചാക്ക് തരും. ആ ചാക്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ലഗേജ് കാര്യങ്ങൾ വെക്കുക. ലഗേജല്ല നമ്മളെ ലഗേജ് ചെരുപ്പ് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൽ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാക്ക് ഇവിടുന്ന് വാങ്ങാം. അങ്ങനെ എന്ത് ചെയ്യാം, അത് എല്ലാവരും കൊടുക്കൂട്ടോ. അത് നമ്മൾ പ്രത്യേകിച്ച് പോയി കെഞ്ചേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നമുക്ക് പോകുന്നത് അത് അതിനായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അത്ര അവർ സേഫ് ആൻഡ് സെക്യൂരിറ്റി കീപ്പുന്ന ആളുകളാണ്. നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതായത് ചെരുപ്പൊക്കെ നേരെ ഇവിടുന്ന് ആ ചാക്കിലിടുക, എന്നിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കോയിൻ കിട്ടും. ആ കോയിൻ നമ്മൾ കയ്യിൽ വെക്കുക. ആ കോയിൻ എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഈ ചെരുപ്പ് എപ്പോഴാണ് ആവശ്യം അപ്പോൾ ആ കോയിൻ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ചെരുപ്പ് കിട്ടും. എന്നിട്ട് അതായത് ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഒരു കോയിൻ കിട്ടും. എന്നിട്ട് ആ കോയിന് ആണോ ഇതേപോലത്തെ ഒരു കോയിൻ കിട്ടും. എന്നിട്ട് ഈ കോയിൻ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ കീപ്പ് ചെയ്യാം. ഓക്കെ. ഇതിനായിട്ട് പല തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട്. അതായത് അധ്യാപകർ, ടീച്ചർ, അതുപോലെ തന്നെ പ്രൊഫഷണൽസ്, ബിസിനസ് മാൻമാർ, പല ആളുകളും അവിടെ ഉണ്ട്.
അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമ്മർ സമയങ്ങളിൽ ഇവിടെ ചവിട്ടുമ്പോൾ കുഴപ്പമില്ല, ചെറിയ ചൂടുണ്ട്. പക്ഷെ വിൻ്റർ സമയങ്ങളാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. നമ്മളിങ്ങനെ അവിടെ പോയിട്ട് ഇപ്പോൾ ആളുകളുടെയൊക്കെ തലയിലുണ്ടോ ഇതിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഗോൾഡൻ ടെമ്പിൾ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പിന്നെ നമ്മളെ കയ്യിൽ മറ്റേ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മളെ ഫുഡ് അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അതിനുള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ നാട്ടിൽ നമ്മൾ മുസ്ലിംസ് സംസം വെള്ളം കൊണ്ടുപോകണവർ കൊണ്ടുവന്നുണ്ട് ഓരോരുത്തർ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയ കയ്യോ കാലമൊക്കെ കഴുകിയിട്ട് കാണാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്ഥലം ഈ ഒരു കൊട്ട ഉണ്ടല്ലോ, കൊട്ടയിൽ ഇഷ്ടം പോലെ ഈ ഒരു സംഭവം ഉണ്ടാവും, അതായത് തല മറക്കാനുള്ളത്. ഇതെടുക്കുക എന്നിട്ട് കെട്ടുക. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മളെടുത്തു ഓണേനാ വീഡിയോ ഓണേനാ എടുത്തിട്ട് ഒന്ന് കെട്ടുക. ഇതെടുത്തിട്ട് സാധാ നമ്മൾ ടവൽ കിട്ടുന്ന പോലെ ഒന്ന് കെട്ടുക, എന്നിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഓക്കെ, താങ്ക് യു ഭയ്യ. നമ്മൾ നടന്ന് ഇതിൻ്റെ അകത്ത് ചെയ്യണം, കാല് കഴുകണം. കാലിങ്ങനെ കഴുകിയിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറാം. അതിനോട് ചെറിയ ചെക്കിങ് ഉണ്ടാവും, അതായത് നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ശരിക്കും നോക്കാം. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഓഫ് ആക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ മെല്ലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു വിഷ്വൽസ് കിട്ടും. ഓക്കെ, അതൊക്കെ ഒരു പാർട്ട് ഓഫ് റിലീജിയനാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്ന് അടുക്കും തോറും ഗോൾഡൻ ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും, ഹർമന്ദിർ സാഹിബ്. ഓക്കെ, നടക്കുമ്പോൾ സൂക്ഷിക്കുക, അതായത് വെള്ളം നനവുണ്ടാകുന്നുണ്ട്, വഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഇരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ ഗോൾഡൻ ടെമ്പിൾ ഇങ്ങനെ കാണിക്കും. ഇത് ഇവിടെയുള്ള കാഴ്ചകളുണ്ടല്ലോ കേട്ടോ. ഇവിടുന്ന് വരുന്ന സമയത്ത് നമുക്ക് മൂവിങ് ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല. കണ്ടോ, ഗോൾഡൻ ടെമ്പിളാണല്ലേ, മൂവിങ് ഫോട്ടോസ്, മൂവിങ് ഒബ്ജക്റ്റ് ഒന്നും എടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കൈ കൂപ്പി നിൽക്കണം, ആ രീതിയിലാണ് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഇവിടെ വെള്ളം ഈ രീതിയിൽ പരിശുദ്ധമായിട്ടുള്ള സ്ഥലമാണെന്നുള്ള അതായത് ആ വിശ്വസിക്കുന്ന ആളുകളിൽ വന്ന് കുളിക്കും. പിന്നെ ഇന്ന് എപ്പോഴും ഇങ്ങനെ രസമായിട്ടുള്ളൊരു അവരുടെ ഒരു എന്താണെന്ന് പറയാം, നമ്മുടെ പ്രാർത്ഥന ഇതോ ദിക്കറ് പോലത്തെ സാധനം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് എപ്പോഴും ഭയങ്കര ആദിത്യമായിട്ടുള്ള ആളാണ്, എപ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൈ കൂപ്പിയിട്ട് ഫോട്ടോ എടുക്കണം. നമ്മൾ പോസ്റ്റ് ചെയ്തൊക്കെ ഫോട്ടോ എടുത്താലോ ഒരു ചിലപ്പോൾ നല്ല ഇതാക്കും. ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ കാണിച്ചത്, എന്നതുപോലത്തെ ആളുകളുണ്ടാവും. പിന്നെ ഇവിടുന്ന് വെള്ളം കുടിക്കുക. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ വെള്ളം കൊണ്ടു തരും. വെള്ളം താങ്ക് യു. ഇത് ഈ സാധനം നമ്മൾ അവിടെ വെക്കുക. ഓക്കെ, വെള്ളം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് അവരെന്നെ വെള്ളം ഒരാളിങ്ങനെ സെറ്റ് ചെയ്യും, ഒരാളിങ്ങനെ ക്ലീൻ ചെയ്യും. പിന്നെ നമ്മുടെ പഞ്ചാബി കൊടിയകൾ, പഞ്ചാബി അമ്മമാരോടെ ഉണ്ട്. കൊടിയ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗേൾസ് എന്നാണോ, കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് എന്നാണ് പഞ്ചാബി, ഗേൾ എന്നാണ് പഞ്ചാബിൽ അർത്ഥം. മുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്. പഞ്ചാബിൽ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ഇങ്ങനെ ചോദിക്കാമല്ലോ. ബൈ തൊഹഡ കി ഹാല, തൊഹഡ കി ഹാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ആർ യു എന്നാണ്. തൊഹഡ കി നാക്കി, തൊഹഡ നാക്കിയ, തൊഹഡ നാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പേരെന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ഓക്കെ, ഇവിടെ ഇങ്ങനെ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന പയ്യന്മാരുണ്ട്. ഓരോരുത്തർ ഓരോ മതങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ, അതുപോലെ പ്രാർത്ഥന കാര്യങ്ങൾ. ഇതിങ്ങനെ ഗോൾഡൻ ടെമ്പിൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ലങ്കാർ കഴിക്കണം. ലങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രീ ഫുഡിന് പറയുന്ന പേരാണ് ലങ്കാർ. ലങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകൾ. ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്ത്, ഹർമന്ദിർ സാഹിബിൻ്റെ പരിസരത്ത് വേറെ ആരും ഭക്ഷണം കിട്ടാതെ പട്ടിണി ഉണ്ടാവരുത് എന്നുള്ള രൂപത്തിൽ ആ ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പരിപാടിയാണ് ലങ്കാർ ഹാൾ. ഉണ്ടോ, ലങ്കാർ ഹാൾ ഞങ്ങളുടെ നമ്മൾ പോവാണ്. ഓക്കെ, ഇതൊക്കെ പ്രാർത്ഥന, പൈസ സംഭവങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആളുകൾ പൈസ ഇടുന്നു, ഡൊണേഷൻ കൊടുക്കുന്നു.
വെയിറ്റ് ചെയ്യുന്നു ആളുകൾ പ്രാർത്ഥിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. കുറേ ആളുകൾ, അതായത് ഒരു സക്രഡ് പ്ലേസ് ആണ് അല്ലേ, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ മതസ്ഥരും വിശ്വസിക്കുന്ന ഓരോ ദൈവങ്ങളാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, വൺ ഗോഡ്, വൺ ലവ്, ഒരേ ഒരു ദൈവമുള്ളത്, ബാക്കിയൊക്കെ പടപ്പുകളാണ്. അള്ളാഹു അല്ലേ, അള്ളാഹു ഈസ് ദ ക്രിയേറ്റർ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കയറിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ട് വ്യൂ ഇങ്ങനെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് മനസ്സിലായോ, ഈ ഒരു വ്യൂ നല്ല രസമായിട്ടുള്ളതാണ്. നമ്മൾ നേരെ വീടിന് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇതേപോലെ കാല് കഴുകാനുള്ള സ്ഥലമുണ്ട്. കാല് കഴുകുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉണ്ട്. ഇപ്പോൾ ബാക്കിൽ കാണണ്ടോ, അതാണ് ഹർമന്ദിർ സാഹിബിൻ്റെ അകത്തുള്ള ലങ്കാറിൻ്റെ ഹാൾ കേട്ടോ. ലങ്കാരം പറഞ്ഞല്ലോ, ഫ്രീ ഫുഡ്. നേരെ നമ്മൾ ഇതിലേക്ക് പോകും. ഇവിടെയുള്ള വൃത്തി ആൻഡ് നീറ്റ് ആൻഡ് ക്ലീനുള്ള സാധനങ്ങൾ കണ്ടോളൂ കേട്ടോ. നമ്മളിങ്ങനെ കയറുമ്പോൾ വരും എന്ത് ചെയ്യും, ഇതേപോലെ ഇത് വരും കണ്ടോ, ഒരു പ്ലേറ്റ് തന്നു. ഒരുപാട് ആളുകളുണ്ട്. പ്ലേറ്റ് അടുത്ത് സാധനം തന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അപ്പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പ്ലേറ്റും ഉള്ളത്. അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പ്ലേറ്റുമായിട്ട് നമ്മളിങ്ങനെ പോവാം. അതായത് ഇവിടെയൊക്കെ, അതായത് ചായ, പിന്നെ ചോറ്, റൊട്ടി, സകല സാധനങ്ങളും എനി ടൈം 24/7 രാത്രി 2 മണിക്കൊക്കെ ക്ലോസിംഗ് ആണ് തോന്നുന്നുണ്ട്. പക്ഷേ ആ രാത്രി 2 മണിക്ക് ഇത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലോസിംഗ് ആണ്. പക്ഷേ ആ രാത്രി 2 മണിക്കും ഇവിടെ എന്താണ് ഇവർ അടിപൊളിയായിട്ട് ചായ കാര്യം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വർക്കേഴ്സാണ്. ഇതൊക്കെ ഇവിടെ ഉള്ളി സാധനങ്ങളൊക്കെ ഉണ്ടോ. ഇപ്പോൾ നമ്മളെ പണ്ടത്തെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവില്ലോ, ഇതേപോലെ ഉമ്മമാരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതാക്കും എന്നതുപോലത്തെ ആണ്. എല്ലാവരും ഇതേപോലെ ഒത്തൊരുമയോടുകൂടി നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ ഇതാവുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇവർ എല്ലാവരും കർഷകരായതുകൊണ്ട് ഇവർക്ക് പിന്നെ പച്ചക്കറിക്ക് പഞ്ചുണ്ടാവില്ല. പഞ്ചാബികളുണ്ടല്ലോ, വേറെ സംഭവമാണ് മക്കളാണ്. അപ്പോൾ നമ്മൾക്ക് വന്ന ആളുകളുണ്ട്. നേരെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കയറും. ഓക്കെ, അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ സാമർഥ്യം കാണിക്കണം. ഇവിടുന്നും അത്യാവശ്യം സാമർഥ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരുപാട് ആളുകളുണ്ടാവും. ഈ ഒരു ഫുഡിനോടുള്ള ആക്രാന്തമല്ല, ഇതൊരു പാർട്ട് ഓഫ് റിലീജിയൻ്റെ ബേസിലാണ് ഒരുപാട് ആളുകൾ വരുന്നത്. നമ്മളിവിടെ ആളുകളെ കൊണ്ടുവരുന്നത് ഈ റിലീജിയനും എല്ലാം എല്ലാ കൾച്ചറുകളും നമ്മളും എക്സ്പീരിയൻസ് ചെയ്യണം. അതിൽ നമ്മൾ വൈദ്യരാമൻ്റെ കൂടെ വരുന്ന ആളുകളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടിയ പ്ലേറ്റുമായിട്ട് നമ്മളിങ്ങനെ കയറുക. ഹായ്, ചെറുത് ഇങ്ങനത്തെ വലിയൊരു ആളാണ്. ഇതിപ്പോൾ ഇന്ന് കാലിയായതാണ്. ഇവിടെ ഇങ്ങനെ പിടിക്കും, അതായത് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക. ലഗേജ് സാധനം കൂടെ വെച്ചു, ലഗേജല്ല നമുക്ക് പാത്രം സാധനം കൂടെ വെച്ചു എന്ത് ചെയ്യുന്നു. ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ പഞ്ചാബി കുട്ടികളുടെ അടുത്താട്ടോ, കുട്ടികളൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരും. ഈ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് 2 കൈ കൊണ്ട് അവർ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് 2 കൈ കൊണ്ട് നമ്മൾ കൂപ്പിയാണ്. എൻ്റെ കയ്യിൽ ഒരു ഫോണായതുകൊണ്ട് ഞാനത് കഴിയില്ല, പക്ഷേ എപ്പോഴും സൂക്ഷിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അവരിങ്ങനെ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഇങ്ങനെ കറി വന്നു, ദാല്. ഓക്കെ, ദാൽ കറി നമ്മളിങ്ങനെ സ്പൂൺ നല്ല അതാ. ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വെള്ളം വരും കണ്ടോ, വെള്ളം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ഇവിടെ കണ്ടോ ഓരോ സാധനങ്ങൾ വരുന്നുണ്ടോ, ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എപ്പോഴും ഓരോ സാധനങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വീണ്ടും ദാലിൻ്റെ വേറൊരു രൂപം ഉണ്ടാവും.
ആന ചേരനെ തിന്നുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചേന നടുക്കഷ്ണം കഴിക്കണം. ഇതെന്താണ് നല്ല ടേസ്റ്റില്ല കേട്ടോ. നമ്മൾ സാധാ പോലത്തെ നോൺ വെജൊന്നും അല്ല കേട്ടോ, വെജിറ്റേറിയൻ ഐറ്റംസ് അല്ല, നല്ല രസമുള്ള സാധനമാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഓരോ ആളുകൾ എല്ലാവരും നല്ല രസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റൊട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സാധനമാക്കുക, ഇവിടെ മെല്ലെ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ പിടിച്ച സാധനം മെല്ലെ ഇങ്ങനെ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഗോൾഡൻ ടെമ്പിൾ വന്നിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണി കിട്ടില്ല, പക്ഷേ ഇവിടുന്ന് കിട്ടുന്നത് ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ട്. പക്ഷേ നല്ല രസമായിട്ടുള്ള സാധനമാണ്. നമ്മുടെ വീട്ടിലൊക്കെ അടിപൊളി ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനം. വൻപയർ കൊണ്ടും ചെറുപയർ കൊണ്ടൊക്കെ ഉള്ള അടിപൊളി ബിരിയാണി. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഈ പ്ലേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് ബാക്കി അവിടുത്തെ കാഴ്ചകളാണല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുക, ഫുള്ള് സെറ്റ്. ഓരിവിടെ അപ്പോഴത്തിന് ക്ലീനിങ് തുടങ്ങി. ഓക്കെ, നമ്മൾ ഈ പാത്രം കൊണ്ട് നേരെ നമ്മൾ അങ്ങോട്ട് നടക്കണം. പാത്രം എടുത്തിട്ടോ, പാത്രം ഇവിടെ വെക്കാൻ പാടില്ല, പാത്രം എടുത്തിട്ട് വേറെ സ്ഥലങ്ങൾ കൊണ്ടുപോകാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ നമ്മൾ പോവുകയാണ്. അതായത് ഈ പാത്രം ഉണ്ടല്ലോ, അതായത് കംപ്ലീറ്റ് നമ്മൾ പോകും. ഒന്നാമത് നല്ലോണം വിശന്നിട്ടുണ്ട്, അപ്പോൾ ഫുള്ള് കഴിച്ചു. ഇനി നേരെ ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. പാത്രം താഴെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടായില്ലേ, ഇപ്പോൾ ഫുള്ള് ക്ലീനാക്കി, അപ്പോഴേക്ക് വൃത്തിയാക്കി. ഈ വൃത്തിയാക്കുന്ന ആളുകളൊക്കെ ജെൻസാണ്, ആണുങ്ങളാട്ടോ കംപ്ലീറ്റ്. നേരെ നമ്മൾ സ്പൂണ്, പാത്രങ്ങൾ ഓരോന്നും ഓരോരുത്തർ കളക്ട് ചെയ്യും. इसका नीचे भी है. ഓക്കെ, ഇതിങ്ങനെ ഓരോരുത്തു. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ചായ എടുക്കുന്നുണ്ടോ, ഇതിങ്ങനെ കൊടുക്കും. ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എടുത്തു പോകും. ഇനി ഇവിടെയുള്ള ക്ലീനിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. എന്തോ ഭയങ്കര ഒരു കോർഡിനേഷൻ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. നമ്മളെ ചെരുപ്പ് കാല് നടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി എല്ലാവരും ജെൻസ് മനസ്സിലായോ. കുറേ മെയിൽ ഷോവിനിസ്റ്റുകൾ പറയില്ല, പെണ്ണുങ്ങൾ പാത്രം പോകാൻ പാടില്ല, ആണുങ്ങൾ മാറാൻ പാടില്ല. അത് നല്ല കേട്ടോ. ഇതാണ് കൺട്രോൾ, മുത്തുമ്മമാരെ കൺട്രോൾ, ഇതൊക്കെ അല്ല മുത്ത്. ലേഡീസ് സകല ഇവിടെ വ്യവഹാരം ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തും ലേഡീസുണ്ട്. എല്ലാവരും ഇങ്ങനെ പാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പുറത്ത് കംപ്ലീറ്റ് ഇതേപോലെ ജെൻസ് അങ്ങനെ എല്ലാവരും ഒരു പാർട്ട് ഓഫ് എന്താ പറയുക, സ്നേഹം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ. ഒത്തൊരുമ അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര സൗണ്ടാണോ. പിന്നെ നമ്മളിങ്ങനെ നേരത്തെ നമ്മൾ കാണിച്ചു, ഇവിടെ ഓരോരുത്തർക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ സ്ഥലമുണ്ട്. ഒന്ന് കൈ കഴുകുക, വെള്ളം കുടിക്കണേ അവിടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കൈ കഴുകും, കൈ കാര്യങ്ങൾ കഴുകി എന്നിട്ട് പിന്നെ നമ്മൾ നേരെ വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കുക. നമ്മൾ നേരെ വീണ്ടും നമ്മൾ വന്ന വഴിയിലേക്ക് ഇങ്ങനെ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങും. ഓക്കെ, നമ്മൾ 3 ആളുകളൊക്കെ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പഞ്ചാബി ലുക്കായിട്ടുണ്ട് എല്ലാവരും. നമ്മൾ നേരെ വിടുന്നുണ്ടോ, വീണ്ടും ഇവിടെ ഇങ്ങനെ തവാഫ് ചെയ്തിട്ട്, അതായത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ ബസ്സിലേക്ക് പോകും. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? ഫുഡ് കഴിച്ചോ? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ കൈ കൂപ്പാതെ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ പോയി നിർത്തണ്ടല്ലോ, പോയി നിൽക്കണമെങ്കിൽ നിർത്തും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കൈ കൂപ്പി കണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ
നമ്മളെ പോലെ ഇങ്ങനെ സെൽഫി ആയിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇവിടെ എവിടെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ ആ സ്ഥലമാണ്. ഓക്കെ, അതേപോലത്തെ സ്ഥലമാണ് ഇത്. അതേപോലെയാണ് ഇതിൻ്റെ അപ്പുറത്തുള്ളത്. അതേപോലെ തന്നെ ഇവിടെ പിന്നെ ചെറിയ മാറ്റമുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ലങ്കാറിൻ്റെ ബിൽഡിങ്ങാണിത്. ലങ്കാർ പറഞ്ഞാൽ ഫ്രീ ഫുഡ് ഇപ്പോൾ നമ്മൾ കഴിച്ചത് അതുണ്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അല്ലാതെ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഓരോ സ്ഥലങ്ങൾ വേറെ സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഉണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ആളുകളൊക്കെ ഇഷ്ടംപോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസം ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയുള്ള ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, ഞാൻ സംസാരിക്കാനാണ്. ആണേക്കോ, ഫോട്ടോ എടുത്തോ. അപ്പോൾ ഇവിടെ നിന്നാണ്ട് നമ്മൾ ഇങ്ങനെ ഒന്നും എടുക്കാൻ നിൽക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോക്ക് പോസ് ചെയ്യണം. പാർട്ട് ഓഫ് റിലീജിയനാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക. പോർട്രേറ്റിൽ 3 എടുത്തോ. ഈ മുന്നിൽ വന്ന ചെങ്ങായി ഉണ്ടല്ലോ, ഈ കൊന്ന് നമ്മൾ പള്ളമണ് കയറും. ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. അവർ ഡിലീറ്റ് ചെയ്യാൻ പറയും ഫോട്ടോ. എങ്ങനെ എടുക്കേണ്ടി പറയും? 3 ആണോ ഇല്ല സെറ്റ് ചെയ്തോണ്ടെങ്കിൽ? നല്ല രസമുണ്ട്. ഒന്നുകൂടി എടുത്തോ. നിങ്ങളങ്ങ് ബേക്കുണ്ടോ എന്ന പോലെ. ഇത് ഷാനിബടോ അവളെ ഭർത്താവാണ് ഫോട്ടോ എടുക്കുന്നത്, ഷവാബ്. ഓക്കെ, ഈ ഫോട്ടോ ക്ലിയർ ആയിട്ടുള്ള പ്രശ്നം തരും. ഓൾതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യും. കാരണം ഓൾതൊക്കെ ഭംഗിയായി എടുക്കുന്നത് നിങ്ങൾ കാണില്ലേ. അതാരാ പഞ്ചാബി കുട്ടികളുടെ കൂടെ ആരും വേണ്ടോ. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ, അതായത് ഇയാളെങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യാൻ പറയും. അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കയ്യിലുണ്ടാവും കുന്തം. ഇങ്ങനെ ഫോട്ടോ എടുക്കുക. മറ്റേക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. പിന്നെ കറങ്ങിയാണ്ടും റീൽസൊന്നും ഫോട്ടോ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പോലെ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ ടയർഡായി തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ ചൂടായി നേരെ പോവാണ്. ഏകദേശം 12 മണിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പിന്നെ എൻട്രി പുറത്ത് ഇറക്കി കഴിഞ്ഞാൽ, അതായത് ഓരോരുത്തരും മിസ്സാവുന്നുള്ളിൽ കയറി കഴിഞ്ഞാൽ. കാരണം ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരേപോലത്തെ സ്ഥലമാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു ധാരണയിൽ കയറാം. പിന്നെ നമ്മൾ ഇതെന്ത് ചെയ്യണം, ഇതിവിടെ പറഞ്ഞ കൊട്ടയിൽ തന്നെ വെച്ചു. നമ്മൾ നേരെ നമ്മൾ ചെരുപ്പ് വെച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മൾ ചെരുപ്പ് കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ചെരുപ്പ് കളക്ട് ചെയ്യുന്ന സമയത്ത് സെറ്റല്ലേ. പിന്നെ നമ്മളെ ചെരുപ്പ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ കിട്ടിയ സാധനം ഉണ്ടല്ലോ, ഇത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ വണ്ട മാർക്കറ്റൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് കണ്ടിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, പുറത്തേക്ക് പോവും. ഇവിടെ അടയാളം വെക്കാൻ വേണ്ടി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സെൻട്രൽ സിക്കിം മ്യൂസിയത്തിൻ്റെ ബോർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മേ ഐ ഹെൽപ്പ് യു എൻക്വയറി കൗണ്ടർ ഉണ്ടാവും. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ എന്താ പേടിക്കാനൊന്നുമില്ല. ഇതിനുള്ളിൽ എങ്ങനെ ഇവിടെ മിസ്സായി കഴിഞ്ഞാലും നേരെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാത്ത രൂപത്തിൽ ഇതിനുള്ളിൽ തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക ഇതാവും. എന്നിട്ട് അവിടെ മരങ്ങളോ, അതായത് 3-4 മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ ഏതെങ്കിലും ഐഡൻറ്റിറ്റി പറഞ്ഞിട്ട് അവിടുന്ന് കളക്ട് ചെയ്യുക ആളുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെരുപ്പൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ നേരെ പോകും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി ചെയ്യേണ്ട സാധനം, ഒന്ന് ചെരുപ്പ് കൗണ്ടർ എവിടെ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ മെയിൻ എൻട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഏതായാലും ഇവിടുന്ന് നേരെ നമ്മൾ ജാലിയൻവാല ബാഗ് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാഗാ ബോർഡർ പോവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ജാലിയൻവാല ബാഗ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ കോട്ടയം ഫാമിലി ഇവിടെ ഉണ്ട്. സെറ്റല്ലേ? रास्ता छोटा है, कड़ी रो रास्ता छोटा है, कड़ी रो. അപ്പോൾ സെറ്റല്ലേ അവിടെ? ഏയ് സിയാദിക്ക, അപ്പോൾ ഏയ് അമൽ നീരത് സെറ്റല്ലേ? ഓക്കെ, ഫുഡ് കഴിച്ചോ? എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിനി നേരെ ജാലിയൻവാല ബാഗിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അവിടെയുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ നോർമൽ കേസിൽ ഭയങ്കര തിരക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിലോ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ
ഒരു ധാരണ വെക്കുക, അല്ലെങ്കിൽ ഒരാൾ മുന്നിൽ ലീഡറായിട്ട് നിൽക്കുക. എന്നോട് എത്തിക്കഴിഞ്ഞാൽ കൈ കഴിച്ച് പോകും. ഇപ്പോൾ നമ്മളെ മക്കത്തൊക്കെ പോകുന്ന രൂപത്തിലുള്ള അതിലേറെ തിരക്കുണ്ടാവും, അതിലേറല്ല ആ രീതിയിലുള്ള തിരക്ക് ഇവിടെ ഉണ്ടാവും, അതിൻ്റെ ചെറിയ രൂപത്തിൽ. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് ഞായർ ദിവസങ്ങളിലോ വെള്ളി നൈറ്റോ ഫെസ്റ്റീവ് സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആളുകളുണ്ടാവും. പിന്നെ നല്ലോണം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. നല്ല ഷൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറയും ചെയ്യും. ഓക്കെ. പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് 200 രൂപ. ഇത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ബാർഗൈൻ ചെയ്താൽ കുറേയൊക്കെ ചെയ്യും. ഉണ്ടോ? നമ്മൾ പോകുന്ന ആളുകളൊക്കെ അതിൽ പോകണം, ഒരു ക്രൂസറില്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലം കണ്ടപ്പോൾ ഓടിക്കറി. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ നേരെ ഒന്ന് പോകും. അത്യാവശ്യം നല്ല വെയിൽ കയറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചൂടുമുണ്ട്. നമ്മൾ ആളുകളോട് പർച്ചേസ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ലേഡീസിനുള്ള ഇതേപോലത്തെ സംഭവങ്ങൾ, ബാഗ് ഐറ്റംസ് ഒക്കെ. ഇതെത്ര പറഞ്ഞേ പൈസ? ലാസ്റ്റ് പോലോ കിതനോ? നിങ്ങൾ ഒറ്റക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ടോ, വാഗാ ബോർഡർക്കുള്ള വണ്ടി ഇവിടുന്ന് കിട്ടും. ഒരാൾക്ക് 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ആക്കി തരും. ചിലപ്പോൾ കോളീസ് ഉണ്ടാകും. നമ്മൾ 7-8 പേരൊക്കെ ഉണ്ടെങ്കിൽ കോളീസ് എടുത്ത് പോകാം. നല്ലോണം ബാർഗൈൻ ചെയ്ത്, ചെക്കന്മാരൊക്കെ ആണെങ്കിൽ നല്ലോണം ബാർഗൈൻ ചെയ്തുകൊണ്ട് ഇതാക്കാം. ഫാമിലി ആകുമ്പോൾ പിന്നെ നമുക്ക് അതിലെ ടൈം ഉണ്ടാവില്ല, നമ്മൾ കിട്ടുന്ന സേഫാക്കി നമ്മൾ പോയിരിക്കും. ഒറ്റയ്ക്ക് വരുന്ന ആളുകൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ നേരെ ജാലിയൻവാല ബാഗ് കയറാണ്. ജാലിയൻവാല ബാഗ് ആണ് കാണുന്നത്. ഈ ഒരു വൈറ്റ് സ്തൂപം കണ്ടോ, പ്രതിമ, ഇതിനടുത്താണ് ഇത് ജാലിയൻവാല ബാഗ് ഉള്ളത്. കണ്ടോ, ജാലിയൻവാല ബാഗിൻ്റെ ബോർഡ്, അത് എൻട്രി ആണ്. നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ കയറണം. ഏത് സ്ഥലത്തേക്ക് കയറുമ്പോഴും ചെയ്യേണ്ടത് ഐസ്ക്രീം പ്രോഹിബിറ്റഡ് ആണോ? ഞാൻ പറഞ്ഞത് ഏത് സ്ഥലത്തേക്ക് വരുമ്പോഴും ഐസ്ക്രീം അല്ല, ഏത് സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോഴും ഇഷ്ടം പോലെ പോക്കറ്റ് അടിക്കാരുണ്ടാവും, അത് സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ ജാലിയൻവാല ബാഗ് സ്മാരകത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളെ ഒരുപാട് ഭടന്മാർ ഇവിടെ ഉണ്ട്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അന്നത്തെ ജാലിയൻവാല ബാഗിൻ്റെ ആ ഒരു വെടിവെപ്പ്, അതിൻ്റെ വെടിപ്പാടുകൾ, പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷന്, അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പരിപാടികൾ, സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് ഇതിനുള്ളിൽ കയറാം. ഫസ്റ്റ് ലെഫ്റ്റിൽ നമുക്ക് അതിൻ്റെ ഗ്യാലറി ഉണ്ട്. ആ ഗ്യാലറിയിൽ കയറാം. പിന്നെ നമ്മൾ വരുന്നത് കയറിന്നിട്ട് ഇങ്ങനെ ഇതിലെങ്ങനെ പോയിക്കൊണ്ട് അതിലെങ്ങനെ പോയി ഇങ്ങനെ വേണ്ടി ഈ സ്ഥലത്താണ് എക്സിറ്റ് ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. ഓക്കെ. അതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കയറാം. ഉള്ളിൽ കയറി ഇതിലിറങ്ങേണ്ടത്. ഇവിടെ ഗ്യാപ്പ് ഉണ്ടായത് നമ്മൾ ഇതിലാണ് കയറിയിട്ട് AC ആണ്. പിന്നുള്ളത് നമ്മളെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, ബാലഗംഗാധര തിലക്, സ്വാമി ധന്യാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദ, ബാബ രാം സിംഗ് കൂക്ക, മദനോദി കാജി കാമ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ഇതുണ്ട്. ഇതിനൊക്കെ ഒപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ വിയർപ്പ് തുള്ളികൾ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിതിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്നത്. ഓക്കെ. അല്ലാതെ സെൽഫ് പ്രൊക്ലൈംഡ് ദേശസ്നേഹികളല്ല ഇന്ത്യയെ പടുത്തുയർത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. പഞ്ചാബ് എലിവേഷൻ ലാൻഡ് ഓഫ് ആക്ട് 1900. നമ്മൾ ഇവിടെ നേരെ പുറത്ത് കാണാം. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആളുകൾക്ക് ഭയങ്കര സംഭവമാണ്. എന്നാ വായോ നേരെ ഇതിൻ്റെ ഗ്യാലറി, ഇതൊന്നാമത്തെ ഗ്യാലറിയാണ്. ഗ്യാലറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സ്വാഭാവികമായിട്ട് നല്ല ചൂടുണ്ടാവും. ഒന്നാമത് ഭയങ്കര ചൂടുണ്ട് പുറത്ത്. എന്നിട്ട് പിന്നെ നേരെ ഇതിൻ്റെ അടുത്ത ഗ്യാലറികളുണ്ട്, അവിടേക്ക് നമ്മൾ പോകാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് അടിപൊളി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഡിലായിട്ടുള്ള, അതായത് നമ്മളൊക്കെ ഇന്ന് ഇതേപോലെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരായിട്ടുള്ള സ്വതന്ത്ര സമര സേനാനികൾ അതിന് മുഖ്യ പങ്ക് വഹിച്ചത് പഞ്ചാബികളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മയുള്ള സ്ഥലം കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഷഹീദി വെല്ല്.
അതായത് ഷഹീദി കിണർ. അതായത് ഷഹീദി വെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിട്ടോ. ജസ്റ്റ് ഇവിടുന്ന് കാണില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ പൈസ ആളുകളുണ്ട്. നമ്മൾ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ചിലവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ പോക്കറ്റ് അടിക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. എല്ലായിടത്തും CCTV ഉണ്ട്. അപ്പോൾ ഇതാണ് ഷഹീദി വെല്ലിൻ്റെ എൻട്രൻസ്. ഇതൊരു കിണറാണ് അന്നത്തെ കാലത്തെ. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ അടിപൊളിയായിട്ട് ഫർണിഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ള അന്നത്തെ സ്വതന്ത്ര ഈ ജാലിയൻവാല ബാഗ് നടക്കുന്ന സമയത്ത് വെടിവെച്ച പാടുകളുണ്ട്, അത് നമ്മൾ കാണാൻ പോകണം. ഇതാണ് അന്നത്തെ വെടിവെച്ച പാടുകൾ. ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ റൗലറ്റ് ആക്ട് ഉണ്ടല്ലോ, റൗലറ്റ് ആക്റ്റിൽ പ്രതിഷേധിച്ച ആളുകളെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ എന്ത് ചെയ്തു, അന്നത്തെ ജനറൽ ഡയർ മുപ്പര് അങ്ങോട്ട് ഫയർ ചെയ്തു. ആ ഫയർ ചെയ്ത അന്നത്തെ പാടുകൾ 28 വെടിപ്പാടുകളുണ്ട്. ഓക്കെ, ഓരോ ബുള്ളറ്റ് പാടുകളുടെ ഇതുണ്ട് ഉണ്ടോ. അവിടെ എഴുതിച്ചു ദിസ് വാൾ ഹാസ് ഇറ്റ്സ് ഓൺ ഹിസ്റ്ററി സിഗ്നിഫിക്കൻസ് ആസ് ഇറ്റ് ഹാസ് 28 bullets marks which were fired by the order of General Dyer without any warning to the crowd who had gathered gathered to protest against Rowlett Act. Okay, Rowlett അപ്പോൾ ഇതാണ് ഷഹീദി വെല്ല്. നമ്മളവിടെ കണ്ടതാണ് അവിടെ. അപ്പോൾ ഒരുപാട് ഹിസ്റ്ററികൾ ഉറങ്ങിക്കിടക്കുന്ന നാടാണ് പഞ്ചാബ്. അപ്പോൾ നമ്മളെ പിള്ളേരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങൾ ആണ് നമ്മുടെ പ്രീ ഹിസ്റ്ററി എന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്തൂപം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിച്ചു തന്ന സൈഡിലും അതുപോലെ തന്നെ ആ ഒരു സൈഡിലും എന്തുണ്ട്, ഇതിൻ്റെ വെടിയുണ്ടകളുടെ പാട് 28 ബുള്ളറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിലൂടെയും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഇവിടെയുണ്ട് അതുപോലെ തന്നെ അന്നത്തെ വെടിയുണ്ടകളുടെ പാടുകൾ. ഇതൊക്കെ നമ്മൾക്ക് പഠിക്കാനും ഇന്നത്തെ ആളുകൾ മറച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് മറക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ആ സൈഡിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ജാലിയൻവാല ബാഗിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് 28 ബുള്ളറ്റ് പാടുകളാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ഗേറ്റിൻ്റെ സാധനമുണ്ട് ഇതുപോലത്തെ ഒരു ഇതും അതുപോലെ തന്നെ വിത്തൗട്ട് എനി പ്രയർ വാണിങ് മുൻ ജനറൽ ഡയറിൻ്റെ മൂപ്പരനാണ് ഇതിൻ്റെയും ഉത്തരവാദി. ഇത് 36 വെടിയുണ്ടകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനി അവിടെ നിന്ന് ഞാൻ നേരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ജാലിയൻവാല ബാഗ് കഴിഞ്ഞു, ഗോൾഡൻ ടെമ്പിളും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോണത് ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോകും. ഗോൾഡൻ ടെമ്പിളല്ല, വാഗ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, വാഗ അട്ടാരി ബോർഡർ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അമൃത്സറിലാണ്. ജാലിയൻവാല ബാഗും ഗോൾഡൻ ടെമ്പിളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാ സ്ഥലങ്ങളും പറ്റുന്ന പോലെ പർച്ചേസിങ് പറ്റിയ സ്ഥലത്തുള്ളത് നമ്മൾ 2 വൈറൽ സുഹൃത്തുക്കളോടുണ്ട്. സെറ്റല്ലേ? അപ്പോൾ നമ്മളിവിടെയുള്ള പർച്ചേസിങ് കാര്യങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വാച്ചുകളുണ്ട്. വാച്ചുകൾ പിന്നെ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് മീന ബസാറിൽ വാങ്ങിയാൽ മതി. ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇങ്ങനത്തെ കടകൾ 50 രൂപ, 60 രൂപ, 70 രൂപ അങ്ങനത്തെ ഇസ്ക വീഡിയോ. പിന്നെ ഉള്ളത് ഇതാണ്. എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ പല രീതിയിലുണ്ട്. 70 രൂപ, 80 രൂപ. പിന്നെ പഞ്ചാബി സ്റ്റൈലുള്ള ഷെർവാണി അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഐറ്റംസ്. പിന്നെ ഇവിടെ ഉള്ളത് കുൽഫിയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചെരുപ്പുകൾ, ഷോള്, സംഭവങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ ഇവിടുത്തെ ചെരുപ്പുകളാണ്. പിന്നെ ലേഡീസിൻ്റെ ഈ ടൈപ്പ് സാധനങ്ങൾ. പിന്നെ ഇതേപോലത്തെ
കെടാ സാധനങ്ങൾ. അപ്പോൾ ले लो 100 रुपए के 4 है 100 का 4 ഈ 100 രൂപക്ക് 4 കണ്ണട. അപ്പോൾ 25 രൂപ ഒരു കണ്ണട കേട്ടോ. പിന്നെ ഇവിടുന്ന് മെയിനായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം പഞ്ചാബി ലസ്സിയാണ്. പഞ്ചാബി ലസ്സി ഉണ്ടോ? ഇത് നമ്മൾ കുടിക്കാൻ പോകും. ഏക്ക് ലസ്സി തരോ. ലസ്സിക്ക് ഇതിനാ 50 രൂപയാണ് ലസ്സിക്ക്. ലസ്സി ഇവിടുത്തെ ഒരു സംഭവമാണ്, നല്ല രസമുള്ള ഐറ്റമാണ്. ലസ്സി ഇപ്പോൾ അവർ എടുത്തു. ലസ്സി എന്നിട്ട് എന്ത് ചെയ്യും, ഒരു മലായി മുകളിൽ ഇട്ട് ഇങ്ങനെ രസമുണ്ട്. इसका नाम क्या था? मैं भूल गया. स्पेशल मिल्क बादाम बादाम मिल्क. रबड़ी स्वीट रबड़ी केसर ड्राई फ्रूट ठंडी बादाम केसर लस्सी पंजाबी लस्सी नमक वाली मसाले वाली लस्सी रबड़ी ठंडी रबड़ी കുട്ടികളെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ബാഗുകൾ വാങ്ങാൻ പറ്റുമോ? അത് 50 രൂപ 60 രൂപ 100 രൂപ ഒക്കെ ഉണ്ട്. പിന്നെ പഞ്ചാബികളുടെ ഇത്തരത്തിലുള്ള വടിവാള് സാധനങ്ങളൊക്കെ. ചെറിയ കുട്ടികളുടെ ചെരുപ്പാണ്. ക്രിസ്ത്യൻ ഡ്രസ് ഉണ്ടല്ലോ, ഈശോന്ന് കുടിക്കുമ്പോഴും. ഇവിടെ എന്ന് കഴിഞ്ഞാൽ ബാഗാബോർഡൊക്കെയുള്ള വണ്ടി ഇവിടെ കിട്ടും. പിന്നുള്ളത് ഇങ്ങനത്തെ പാനിപൂരി സംഭവങ്ങളാണ്. വൃത്തിയുള്ള കടകളിൽ കയറി കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് നല്ലതായിരിക്കും എന്ന് ഇതിനോടാണ് അറിയിക്കുന്നത്. നമ്മൾ വന്നിറങ്ങിയ അത് ഗോൾഡൻ ടെമ്പിൾ ആ സൈഡ് എടുക്കും. ഈ സൈഡ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കയറിയ സ്ഥലം ജാലിയൻവാല ബാഗ് ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് നേരെ ഉണ്ട്. ഇവിടെ കുറേ ഐസ്ക്രീം സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു ലസ്സിയൊക്കെ ഇവിടുന്ന് കുഴിക്കും. ലസ്സി കുടിക്കണം ശരിക്കും. ലസ്സി നല്ലതാണ്. ഓക്കെ, നമ്മൾ നേരെ ഇവിടുന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.